നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th ലെവൽ പരീക്ഷകളിൽ, അതായത് പ്രിലിംസും അതിൻ്റെ മെയിൻസും ആയിട്ടുള്ള എക്സാമുകളിൽ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരുന്ന എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെ ഈ ഒരു 50 ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക, മോക്കായിട്ട് എടുക്കുക. നിങ്ങൾക്ക് എത്ര ശരിയായി, എത്ര റോങ്ങായി, എന്നിട്ട് എന്തായാലും നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഫാസ്റ്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് വായിച്ചു പോവുക. അപ്പോൾ മോക്കായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി യുറേനിയം 235 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ എന്തായാലും തെറ്റിക്കരുത്. യുറേനിയം 235 ആണ് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അടുത്ത ക്വസ്റ്റ്യൻ, സിറോസിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? സിറോസിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? സിറോസിസ് രോഗം ബാധിക്കുന്നത് കരളിനെയാണ്. അപ്പോൾ സിറോസിസ് രോഗം ഏത് അവയവത്തെ ചോദിച്ചാൽ എന്തെഴുതും? കരളിനെയാണ് സിറോസിസ് രോഗം ബാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതാണ്? അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതാണ്? കാൽഷ്യമാണ്. ഏതാണ്? കാൽഷ്യമാണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം. അല്ലേ, ഇതൊക്കെ കുറേ കാണുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കാൽഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. ഏതാണ്? പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരുമാട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ സിക്കിമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത്? ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി B1ൻ്റെ. വൈറ്റമിൻ B1ൻ്റെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത്? ബെറിബെറി ഉണ്ടാകുന്നത്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017ലാണ്. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ്. എന്താണ്? കാൻഡില. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? കാൻഡില. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിനാണ്. ഗ്രാൻവിലെ ഓസ്റ്റിനാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരിയാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ജാർഖണ്ഡ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻ സി കരളാണ്. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എവിടെയാണ് ബാധിക്കുന്നത്? കരളിൽ. കരളിനെ പറ്റി പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ചെന്തായിരുന്നു? സിറോസിസ് ബാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാണല്ലേ. കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോടാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള വർഷം ഓപ്ഷൻ സി 1986ലാണ്. 1986ലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്?
ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള വർഷം 1986 ആണ്. മൈൻഡിൽ വേണം 1986 ഗംഗ ആക്ഷൻ പ്ലാൻ, അത് കിട്ടണം. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഗംഗ ആക്ഷൻ പ്ലാൻ എപ്പോഴാണ്? 1986, മറന്നു പോകരുത്, 1986. അടുത്ത ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? ആസിഡ് റെയിനിന് കാരണമായിട്ടുള്ള വാതകം ഏതാണ്? ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കാക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്തിലാണ് കാക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കാക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഓപ്ഷൻ സി അയർലാൻഡ്. അയർലാൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? ഓപ്ഷൻ ബി ഇരുമ്പാണ്. കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൻ്റെ പവർ ഹൗസ് ഇടുക്കി. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് ആയിട്ടുള്ള തേജസ് ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. ലക്നൗ ടു ന്യൂഡൽഹിയാണ് തേജസ്. ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയാണ് തേജസ്. ലക്നൗ ടു ന്യൂഡൽഹി വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുകയിലൂടെ പ്രകാശ സഞ്ചാരപാത വ്യക്തമായി കാണാൻ ബാധിക്കുന്ന പ്രതിഭാസം ഏതാണ്? പുകയിലൂടെ പ്രകാശ സഞ്ചാരപാത വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ് ടിൻഡൽ ഇഫക്റ്റ്. പുകയിലൂടെ പ്രകാശ സഞ്ചാരപാത വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്തു പറയുന്നു? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നു. പുകയിലൂടെ പ്രകാശ സഞ്ചാരപാത വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ് ടിൻഡൽ ഇഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും പേസ്റ്റ് പുറത്തു വരുന്നത് ഏതു തത്വത്തിന് ഉദാഹരണമാണ്? നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ബലം പ്രയോഗിച്ചാലും അതെന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ആ തത്വത്തെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. എന്താണ്? പാസ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിൽ നിന്നും ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് NW13. കേരളത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ഭൂരിഭാഗ പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? NW13. അടുത്ത ക്വസ്റ്റ്യൻ, കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. ഓക്കെ, വെണ്ടയുടെ സങ്കര ഇനമാണ് എന്ത്? കിരൺ. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്? സിന്ധു ജല നദി കരാർ ഒപ്പുവെച്ചത് എന്നാണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, അല്ലേ? പണ്ട് മുതൽക്കേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്? സിന്ധു ജല നദി കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19. ഒരു കറണ്ട് അഫേഴ്സ് പ്രാധാന്യം കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ കരാർ 2025 റദ്ദ് ചെയ്യുന്നുണ്ടല്ലേ, മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 110 ആണ്. മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 110. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു മാധ്യമത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് പ്രവേഗത്തിന് എന്ത് മാറ്റം വരുന്നു? അപ്പം മാധ്യമത്തിൻ്റെ മർദ്ദം എന്ത് ചെയ്യാണ്? കൂടാണ്. ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്ത് ചേഞ്ച് വരും എന്നാണ് ചോദിച്ചത്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് മാധ്യമത്തിൽ എത്ര മർദ്ദം കൂടിയാലും ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്ത് പറ്റൂല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രതലവൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്.
കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ഏതാണ്? കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ഏതാണ്? കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഓപ്ഷൻ സി വൈന്തല തടാകം. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ആണ് വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ആണ് വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആധുനിക വ്യവസായത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കിയിലാണ്. ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? ഓപ്ഷൻ ബി പെരിയാർ. പെരിയാർ നദിക്ക് കുറുകെ ആണ് ഏത് പാലം ഉള്ളത്? മാർത്താണ്ഡവർമ്മ പാലം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാദ്യുതി കാണിക്കുന്ന ഏക അലോഹം ഏതാണ്? ലോകാദ്യുതി കാണിക്കുന്ന ഏക അലോഹമാണ് ഓപ്ഷൻ സി അയഡിൻ. അയഡിൻ ആണ് ലോകാദ്യുതി കാണിക്കുന്ന ഏക അലോഹം. ലോകാദ്യുതി കാണിക്കുന്ന ഏക അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? അയഡിൻ. അയഡിൻ ആണ് ലോകാദ്യുതി കാണിക്കുന്ന ഏക അലോഹം. അടുത്ത ക്വസ്റ്റ്യൻ, വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A ആണ് വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഏതാണ്? ഓപ്ഷൻ എ 48A. അടുത്ത ക്വസ്റ്റ്യൻ, പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10-നാണ്. 2020 ജനുവരി 10-നാണ് പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത്. ഓപ്ഷൻ ബി 2020 ജനുവരി 10-ന്. സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നു? സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നു? ഓപ്ഷൻ സി വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അടുത്ത ക്വസ്റ്റ്യൻ, ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി യൂട്രോഫിക്കേഷൻ. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? യൂട്രോഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ആണ് ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അമരാവതി. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അമരാവതി. ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അമരാവതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുതിരസനി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുതിരസനി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുതിരസനി എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്. കുതിരസനി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ടെറ്റനസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? രാജസ്ഥാൻ. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം ഏതാണ്? ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷമാണ് 1995. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം 1995-ലാണ്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്? ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്? ചില്ലാർ. ഓപ്ഷൻ സി ചില്ലാറിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയിലെ പൊതുവെ കാണപ്പെടുന്ന ഫലഭൂഷ്ടി കൂടിയ മണ്ണ് ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ പൊതുവെ കാണപ്പെടുന്ന ഫലഭൂഷ്ടി കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്?
കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം അല്ലേ? കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി കർണാടകം. കർണാടകത്തിലാണ് കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷായാണ്. ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KT ഷായാണ്. അപ്പോൾ ഇത്രയാണ്. ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.